അമ്മയുടെ ഓഫീസിലേക്ക് വീണ്ടും പ്രത്യേക അന്വേഷണ സംഘം ഇരച്ചെത്തിയിരിക്കുന്നു. ആ പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി കൈക്കലാക്കാൻ തന്നെയാണ് ഇന്ന് അന്വേഷണ സംഘം എത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിശദമായ വാർത്തകൾ പരിശോധിക്കുകയാണെങ്കിൽ ബലാത്സംഗ കേസിൽ എം മുകേഷിന് കൂടുതൽ കുരുക്ക് മുറുക്കുന്നത് ആലുവ സ്വദേശിനിയായ മറ്റൊരു നടിയാണ്. ഈ നടിയുടെ പരാതിയിൽ തൃശൂരിലും മുകേഷിനെതിരെ ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. 13 വർഷം മുൻപ് ഒരു സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരിയിലെ നക്ഷത്ര ഹോട്ടലിൽ താമസിക്കുന്നതിനിടയിലായിരുന്നു തന്നോട് മുകേഷ് മോശകരമായി പെരുമാറിയെന്ന ആക്ഷേപം ഉയർത്തിയത്. നാടകമേ ഉലകമെന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ മുകേഷ് തന്നെ കയറി പിടിച്ചുവെന്നാണ് നടി മൊഴി നൽകിയിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം വടക്കാഞ്ചേരി പോലീസിന് കൈമാറിയതിന്റെ അടിസ്ഥാനത്തിൽ വടക്കാഞ്ചേരി പോലീസ് ഇപ്പോൾ എഫ്ഐആറും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഹോട്ടൽ മുറിയിൽ വെച്ച് കയറി പിടിക്കാൻ ശ്രമിച്ചെന്നും ബെഡിലേക്ക് തന്നെ തള്ളിയിട്ടെന്നുമാണ് പരാതിയുള്ളത്. വടക്കാഞ്ചേരി പോലീസാണ് മുകേഷിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. വാഴാലിക്കാവിലെ ഷൂട്ടിംഗ് ചിത്രീകരണത്തിനിടയിലായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഈ സാഹചര്യത്തിൽ അന്വേഷണ സംഘം നാളെ മുകേഷിന്റെ മുൻകൂർ ജാമ്യത്തെ ശക്തമായി തന്നെ എതിർക്കും. മുൻകൂർ ജാമ്യം കിട്ടാതിരിക്കാനുള്ള പഴുതടച്ചുള്ള റിപ്പോർട്ടാണ് നൽകാനായി പോകുന്നത്. മുകേഷിനെ വിശദമായി ചോദ്യം ചെയ്യണമെന്ന് അന്വേഷണ സംഘം കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്യും. ഇതു സംബന്ധിച്ച് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കും. മുകേഷിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നാണ് പോലീസിന്റെ ആവശ്യം. ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ കേസ് അട്ടിമറിക്കപ്പെടാനായി സാധ്യത വളരെ കൂടുതലാണെന്നും സത്യവാങ്മൂലത്തിലൂടെ പോലീസ് പറയുന്നുണ്ട്. ബലാത്സംഗ കുറ്റമാണ് മുകേഷിനെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്നതെന്നും വളരെ വിശദമായ അന്വേഷണം ഇതിന്മേൽ ആവശ്യമാണെന്നും പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ അറിയിക്കാനാണ് ഇരിക്കുന്നത്. ഇതിനിടയിലാണ് താരസംഘടനയായ അമ്മയുടെ ഓഫീസിൽ വീണ്ടും പോലീസ് പരിശോധന നടന്നിരിക്കുന്നത്. 2 തവണയാണ് പോലീസ് എത്തി പരിശോധന നടത്തിയത്. നടന്മാരായ മുകേഷിനെതിരെയും ഒപ്പം ഇടവേള ബാബുവിനെതിരെയുമുള്ള പീഡന കേസുമായി ബന്ധപ്പെട്ടാണ് ഈ അന്വേഷണ സംഘം അമ്മയുടെ ഓഫീസിലെത്തിയത്. കാരണം അമ്മയുടെ അംഗത്വവുമായി ബന്ധപ്പെട്ട പേര് പറഞ്ഞാണ് ഈ പീഡനം നടന്നിരിക്കുന്നത് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇരുവരും സംഘടനയുടെ ഭാരവാഹികളായിരുന്നുവെന്ന് വ്യക്തമാകുന്ന രേഖകളും അവിടെ നിന്നും പോലീസിന് ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് പ്രത്യേക അന്വേഷണ സംഘം ഓഫീസിലെത്തിയത്. സംഘടനയിലെ അംഗത്വവുമായി ബന്ധപ്പെട്ട ഭാരവാഹി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള രേഖകളിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് അന്വേഷണ സംഘം പരിശോധന നടത്തിയത്. അത് വ്യക്തമാവുകയും ചെയ്തു. കൂടാതെ ഇവർ സംഘടനാ ഭാരവാഹികളായിരുന്നുവെന്ന് തെളിയിക്കാനുള്ള രേഖകൾ അവിടെ നിന്നും കണ്ടെടുത്തുവെന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ തന്നെ താരങ്ങൾക്കെതിരെ പലതരത്തിലുള്ള പരാതികൾ ഉയർന്നിരുന്നു. ഇടവേള ബാബുവിനെതിരെ ആലുവ സ്വദേശിനിയായ നടി ലൈംഗിക പീഡന പരാതി ഉന്നയിച്ചാണ് രംഗത്ത് വന്നത്. അമ്മയിൽ അംഗത്വം നൽകണമെങ്കിൽ തനിക്ക് വഴങ്ങി നൽകണമെന്നാണ്, അതിനായി ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് നടി ആരോപിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലാണ് പരാതി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. നടിയുടെ മൊഴിയെ പിന്തുണയ്ക്കാനുള്ള തെളിവുകൾ പരമാവധി ശേഖരിച്ചെടുക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ തെളിവുകൾ കോടതിക്ക് മുന്നിലും ഹാജരാക്കാനായി കഴിയണം. ലൈംഗിക അതിക്രമ പരാതിയിൽ IPC 376 വകുപ്പ് അനുസരിച്ചാണ് ഇടവേള ബാബുവിനെതിരെ ഇപ്പോൾ നോർത്ത് പോലീസ് കേസെടുത്തത്. താരസംഘടനയായ അമ്മയുമായി ചൊല്ലി തന്നെയാണ് ഇടവേള ബാബുവും അതുപോലെ മുകേഷും നടിമാരെ അതിക്രമിച്ചതായി, ലൈംഗിക അതിക്രമത്തിന് ശ്രമിച്ചതായി പരാതി ഉയർന്നിരിക്കുന്നത്.